ഹലോ ഗൈസ്, അപ്പോൾ 2025 എൻ്റെ ഫസ്റ്റ് വ്ളോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ശേഷം 24 ഡിസംബറിലോ ഞാൻ ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല. കാര്യമൊന്നുമില്ല, മടിയായിരിക്കാം. 2025 ഞാൻ കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത് എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ മിക്കവാറും ഇതായിരിക്കും 2025 എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. അപ്പം ഇന്നത്തെ എന്താണ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ യാസിനുണ്ട്, അവനാണെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പോവാണ്, എബ്രോഡ് പോവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2-3-4 ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയിട്ട് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതും പിന്നെ അവൻ്റെ പെട്ടി പാക്ക് ചെയ്യാൻ സഹായിക്കുന്നതും അങ്ങനെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അതൊരു വ്ളോഗ് ആക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഇതാണ്ട് യാസിൻ്റെ വീടെത്തി. യാസിനെ ഇന്ന് പോവല്ലേ മച്ചാന്? പെട്ടിയൊന്നും പാക്ക് ചെയ്തിട്ടില്ലാണ്ട് അങ്ങനെ വെക്കേ ഉള്ളൂ. നമ്മളിനി പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പം നമ്മൾ പെട്ടി പാക്ക് ചെയ്യല്ലേ. ഫുഡ് കഴിച്ചിട്ട് വരാം. ബാബാ ഫുഡ് കഴിച്ചിട്ട് വരാം, വിശക്കുന്നു. കഴിച്ചത് യാസിൻ്റെ അനിയനാണ്. നീ ക്രിഞ്ചാവാ, നീ വാ. അങ്ങനെ ഫുഡ് കഴിക്കെത്തിരിക്കുകയാണ് കഴിച്ച്. യാസിന് എന്തോടെ കഴിക്കാനുള്ളത്? ഞാൻ കുറച്ച് ഒരട്ടിയും കുറച്ച് ചിക്കൻ കറിയും എടുത്തിട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് യാസിന്റെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ലഗേജ് ആയിട്ട് 23 കിലോ കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴത്തേക്കും ഇവൻ പെട്ടിയിൽ ഒരുപാട് പാക്ക് ചെയ്ത് വെച്ച സാധനം വെയിറ്റ് കൂടുതലായിട്ട് പിന്നെ തിരിച്ച് മാറ്റി വെച്ച്, അതിൽ നിന്ന് പറ്റാവുന്ന സാധനമൊക്കെ ഞാനും കൂട്ടുകാരന്മാരൊക്കെ അറിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം കിടന്ന് നല്ലോണം ഒന്ന് ഉറങ്ങി. നമ്മൾ എയർപോർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കണം. ഒരു 15 മിനിറ്റ് ഡിലേ ഉണ്ട്. യാസിന്റെ സാറെന്താ പറയുന്നത്, എന്തായാലും 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എയർപോർട്ട് അകത്ത് കയറും. ഞാൻ സത്യം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉറങ്ങിപ്പോയി. അതാണ് എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പനിയുണ്ട്, പക്ഷേ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് യാസിനെ കൊണ്ടുവിടാം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇന്റർനാഷണൽ അല്ലേ പോകേണ്ടതെന്ന്, പക്ഷെ അങ്ങനല്ല. ഇവൻ ഡൽഹിയിൽ നിന്നാണ് പോകുന്നത്. ഒരു ദിവസം അവിടെ ഡൽഹി സ്റ്റേ അടിച്ചിട്ട് പിന്നെ അവൻ ജോർജിയയിലോട്ട് പോകത്തും. അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി നമ്മൾ യാസിൻ്റെ പെട്ടിയൊക്കെ എടുത്ത്, അതേപോലെ ആ ടൈമിലൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളോട് എല്ലാത്തിനും ഉള്ള ഒരാളായിരുന്നു യാസിൻ. പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് ഒരു ചെറിയ വിഷമം. പിന്നെ എന്തോ പറയണ്ട, പഠിക്കാനല്ലേ പോകുന്നത്. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ, മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പും. ഓക്കെ, ചേട്ടൻ പോയത് നിനക്ക് സന്തോഷമുണ്ടോ? വളരെയധികം സന്തോഷം. പഠിക്കാനല്ലേ പോകുന്നത്. അതെ, ഇനി ചേട്ടന്റെ റൂമെല്ലാം നിനക്കല്ലേ? അതെ, ഇവിടുത്തെ ചേട്ടന്റെ ഷർട്ടൊക്കെ നിനക്കാണോ? ഓ, അപ്പൊ മച്ചന്മാര് ഈ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഔട്ടറും കൂടെ പറഞ്ഞിട്ടൊക്കെ പോടാ. അപ്പൊ ഓക്കെ, ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം. ബൈ.